CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിൽ CPIM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് വ്യക്തമായതായി K. മുരളീധരൻ. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള മേയർ MK വർഗീസിന്റെ തുറന്നുപറച്ചിൽ മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പാണ്. തൃശൂരിൽ BJP തോൽക്കണമെങ്കിൽ UDF ജയിക്കണം, ഇല്ലെങ്കിൽ LDF-ന്റെ സർവനാശമായിരിക്കും. ഇടതുപക്ഷക്കാർ തൃശൂരിൽ UDF-നു വേണ്ടി രംഗത്തിറങ്ങണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. സുനിൽകുമാറിന്റെ വിജയത്തിനായി ഒത്തുകൂടി സ്നേഹ സൗഹൃദങ്ങൾ. കലാലയ സൗഹൃദങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന സാംസ്കാരിക മഹാസംഗമത്തിനെത്തിയത് ആയിരങ്ങൾ. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത്. കാർഷികോത്സവമാണെങ്കിലും വിഷുവിന് ഗുരുവായൂരപ്പനെ ഒഴിച്ചുകൂടാനാകില്ല. കണ്ണനെ കണി കണ്ടാൽ വർഷം മുഴുവൻ ഐശ്വര്യമാണെന്നാണ് വിശ്വാസം. 1-ാം ക്ലാസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു. മലപ്പുറം അയിരൂർ സ്വദേശി ആലുങ്ങൽ വീട്ടിൽ 34 വയസ്സുള്ള മുഹമ്മദ് ഷാഫിയെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S. ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഊട്ടുസദ്യയ്ക്കുള്ള ചെത്തുമാങ്ങ അച്ചാറിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. തിരുനാൾ ഊട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത്. എടപ്പാൾ വട്ടംകുളം ചുറ്റഴിക്കുന്നിൽ ഗർഭിണിയെ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തറവട്ടത്ത് വിശാഖിന്റെ ഭാര്യ രേഷ്മയുടെ ആഭരണങ്ങളാണ് മോഷ്ടാവ് കവർന്നത്. വേലൂരിൽ ATM നന്നാക്കുന്നില്ലെന്ന് പരാതി. വേലൂരിലെ ഏക ATM അടഞ്ഞുകിടന്നിട്ട് ഇന്നേക്ക് 7 ദിവസമായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ നവതി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. നവതി വർഷാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളോടെ 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമാകുന്നത്. കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 13 മുതൽ 20 വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കും. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനമാണ് മമ്മൂക്ക. കൊച്ചുകുട്ടികൾക്ക് വരെ സുപരിചിതമാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാറിന്റെ പേര്. ജനകോടികളുടെ ആരാധനാപാത്രമായ മമ്മൂക്കയുടെ പേര് സ്വന്തം വാഹനത്തിന്റെ നമ്പറായി സ്വീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കട്ട ആരാധകനായ മലയാളി യുവാവ്. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമാകും. പാത്രമംഗലം പാടശേഖരത്തിലെ കർഷക കൂട്ടായ്മയുടെ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പുന്നൂർക്കുളം സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ 2ാമത്തെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ആഘോഷങ്ങൾ കേവലം ജനങ്ങളുടെ ജീവിത ഉപാധിമാർഗം മാത്രമല്ല, അത് രാജ്യത്തിന്റെ ഐക്യവും സാഹോദര്യവും മാനവസ്നേഹവും നിലനിർത്താൻ സഹായിക്കുമെന്ന് NK അക്ബർ MLA മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയും സംയുക്തമായി വിഷുവാണി ബചന്ത ആരംഭിച്ചു. ബാങ്ക് പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി നിർവഹിച്ചു. കുമരനെല്ലൂർ വെള്ളാളൂരിൽ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ 13 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമരനെല്ലൂർ കൊട്ടാരത്തൊടി അൻവർ റസിയ ദമ്പതികളുടെ മകൻ അൽ അമീനാണ് മരിച്ചത്. പെരിയമ്പലം അതിജീവന കലാ സാംസ്കാരിക സമിതിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.